സ്വാതന്ത്ര്യരെ പ്രഭാത ടാരോ റീഡിലേക്ക് താങ്കളെ ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ താങ്കളുടെ ടാരോ അധ്യാപകനും ടാരോ റീഡറുമായിട്ടുള്ള പ്രദീപ്. ഇന്ന് ഞാൻ യൂണിക്കൺ കാർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഏഞ്ചൽ മെസ്സേജാണ് വായിക്കുന്നത്. ഇന്ന് താങ്കൾക്കായിട്ട് എന്ത് സന്ദേശമാണ് ഏഞ്ചൽസ് കൊണ്ടുവരുന്നത്? അതിലൂടെ ഞാനൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥന എന്നാണ് ഈശ്വരൻ കേൾക്കുക എന്നൊരു ചോദ്യം കൂടി. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡ് അത് പ്രാർത്ഥിക്കുക. നമുക്ക് നോക്കാം എന്ത് സന്ദേശമാണ് ഏഞ്ചൽസ് തരുന്നുള്ളത്. ആദ്യത്തെ കാർഡ് തീർച്ചയായിട്ടും നമ്മളോട് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനാണ് പറയുന്നത്. കാരണം എന്തെന്നാൽ നമുക്കറിയാതെ തന്നെ നമ്മളെ ചില ശക്തികൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളത് കാണാത്തത് കൊണ്ടോ അനുഭവിക്കാത്തത് കൊണ്ടോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യ സന്ദേശം എന്ന് പറയുന്നത് നിന്നെ ഞാൻ കൈവിട്ടിട്ടില്ല, ഐ എം വിത്ത് യു എന്ന് പറയുന്ന വളരെ പോസിറ്റീവായിട്ട് ഏഞ്ചൽ മെസ്സേജാണ്. രണ്ടാമത്തത് നമ്മൾ ചോദിക്കുന്നത് എപ്പോൾ നടക്കും എന്നുള്ളതാണ്. എന്താണ് എളുപ്പം കേൾക്കുന്നുള്ളതാണ്. മൂവിങ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ ഈ കാർഡ് നമ്മളോട് പറയുന്നത് വലിയൊരു മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നന്നായിട്ട് വരും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി തയ്യാറായിരിക്കുക. ശാരീരികവും ആത്മീയവുമായിട്ടുള്ളതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ രണ്ട് കാർഡും നല്ലതാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥന കേൾക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, ആദ്യത്തെ കാർഡ് പറയുന്നത് നമ്മൾ കേൾക്കുന്നതിനെ തെറ്റിദ്ധരിക്കേണ്ട, ഇറ്റ്സ് ഓൾവേസ് ലിസണിങ്. സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി തയ്യാറായിക്കോളൂ എന്നാണ് പറയുന്നത്. അത് ശാരീരികവും ആത്മീയവും മാനസികമായിട്ടുള്ള മാറ്റങ്ങൾക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല ദിവസം ആശംസിക്കുന്നു. നമുക്ക് വൈകിട്ട് കാണാം.